ഹായ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉപ്പിലിട്ടതാണ് തയ്യാറാക്കുന്നത്. ഇതുപോലെ ഉപ്പിലിട്ടിട്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന സമയത്തും അല്ലാതെ വെറുതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് കൂടി ഇത് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഞാനിവിടെ ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു സീഡൊക്കെ കളഞ്ഞിട്ട് ഇതൊന്ന് നന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടെടുക്കണം. ഇത് കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കുന്ന ആപ്പിളാണ്. ഇങ്ങനെ എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. പൈനാപ്പിൾ വെച്ചിട്ടോ കുക്കുംബർ വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ക്യാരറ്റ് വെച്ചിട്ടൊക്കെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ സീഡൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് നൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. എപ്പോഴും ഉപ്പിലിട്ടതോ അല്ലെങ്കിൽ അച്ചാറൊക്കെ ഇട്ട് വയ്ക്കുന്നത് ഇതുപോലുള്ള ഒരു ചില്ലിൻ്റെ ബോട്ടിലായിരിക്കണം. പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഒരിക്കലും ഇട്ട് വയ്ക്കരുത്. അപ്പോൾ ആപ്പിൾ ആ ഒരു ബോട്ടിലേക്ക് ഇട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മാങ്ങ ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അധികം പുളിയില്ലാത്ത മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ടിത് ഇതുപോലെ ഒന്ന് കീറി എടുത്തിട്ട് നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. സീഡ്ലെസ് ആയിട്ടുള്ള എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഗ്രീൻ കളറിലുള്ള മുന്തിരി ഉണ്ടെങ്കിൽ അതെടുക്കുക. അതാകുമ്പോൾ കുറച്ച് പുളിയും കൂടെ ഉണ്ടാവും. ഇത് കുറച്ച് മധുരവും പുളിയും കൂടെ ഉള്ളതാണ്. അതും നേരത്തെ ചെയ്ത പോലെ തന്നെ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് വേണമെങ്കിൽ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാന്താരിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാന്താരി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അത് നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് ഒന്ന് ചതച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഈ കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് കീറിയിട്ട് ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ അങ്ങിങ്ങായിട്ട് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇതിലേക്കിനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് എടുക്കുന്നത്, അല്ലാതെ പൊടിയുപ്പ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ആവശ്യത്തിന് എല്ലാ ബോട്ടിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ മാങ്ങ ഒക്കെ എടുക്കുമ്പോൾ മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് വിനാഗിരി കുറയ്ക്കണം. ഇപ്പോൾ ഇത് അത്യാവശ്യം പുളി ഇല്ലാത്ത മാങ്ങയാണ്. അതുകൊണ്ട് ഞാൻ ഒരു 1-1.5 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മുന്തിരിയിലും ആപ്പിളിലും 1 ടേബിൾ സ്പൂണാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് തിളച്ചാറിയിട്ടുള്ള വെള്ളമാണ് ഇത് നിറയെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ളത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. തിളച്ച് ആറിയിട്ട് വേണം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. കൈ തൊടുമ്പോൾ ഒരു ചെറിയ ചൂടുണ്ടെങ്കിൽ പ്രശ്നമില്ല, ഒരുപാട് ചൂട് കൂടി പോകരുത്. ഇതിനി അടച്ചിട്ട് മാറ്റി വയ്ക്കാം. ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ 2-3 ദിവസമൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കഴിക്കാൻ നല്ല എരിവൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉപ്പിലിട്ട ആപ്പിൾ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് അടുത്തത് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കഴിഞ്ഞ ദിവസം ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള ആപ്പിളാണിത്. അപ്പോൾ അതിൽ നിന്ന് ഒരു 2-3 പീസ് ഒരു കപ്പിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചതച്ചെടുക്കാൻ പാകത്തിൽ ഏതൊരു പാത്രത്തിലെടുക്കുക. എന്നിട്ട് നമ്മൾ ഇടിക്കുന്നത് വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇതിലേക്കിനി നമ്മൾ ആ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ളതിൽ നിന്നും കുറച്ച് വെള്ളമൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാന്താരി വേണമെന്നുണ്ടെങ്കിൽ, എരിവ് വേണമെങ്കിൽ കാന്താരിയും കൂടെ എടുത്തിട്ട് ചതച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള കുറച്ച് കസ്കസ് കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി തണുത്ത വെള്ളവും ചേർത്തിട്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മിൻറ്റ് ലീവ്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു 1-2 ആപ്പിളിൻ്റെ ആ ഒരു പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്